ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മോന് നല്ല ഉറക്കമാണ്. മോന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വേഗം കർട്ടനൊക്കെ ഒന്ന് നീക്കാം കേട്ടോ. സ്വന്തം വീട്ടിൽ വന്നാൽ കുറച്ച് തോനെ നേരം ഉറങ്ങും. നിങ്ങളെങ്ങനെയാണ് കമൻറ്റിൽ അറിയിക്കട്ടോ. അങ്ങനെ നല്ല ഉറക്കമൊക്കെ പാസ്സാക്കി നമ്മൾ കർട്ടനൊക്കെ മാറ്റി വെളിച്ചമൊക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നേരമായിട്ടുണ്ട്. നല്ല ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. വിൻഡോ ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. ഈ വീട് എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടില്ലേ? പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ട് ചായ കുടിക്കുകയാണ്. ഇന്ന് ഉമ്മ പുട്ടും കടലൊക്കെ ഉണ്ടാക്കിച്ച് ടേബിളിന് മുന്നിൽ വന്നാൽ എല്ലാതും കിട്ടും. അപ്പോൾ നേരെ വന്ന് ചായ അങ്ങോട്ട് കുടിച്ചു. ഇവിടെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഈ വലിയ കടലയാട്ടോ ഇഷ്ടം. അപ്പം പുട്ടും കടലയും കൂട്ടി ചായ കുടിക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അടിച്ചു വരാൻ വേണ്ടി പോയി. അപ്പോൾ അതാ എൻ്റെ മോന് ചൂലെടുത്തിട്ട് ഓൻ അടിച്ചു വരാൻ. കാർട്ടൂൺ കാണലും അതേപോലെ തന്നെ ചൂലെടുത്ത് അടിച്ചു വരലും രണ്ടും കൂടിയാണ്. ഓനിട്ട് അടിച്ചു വാരുമില്ല, എന്നെക്കൊണ്ട് അടിച്ച് വാരിപ്പിക്കില്ല. അങ്ങനെ ഞാൻ കയ്യിൽ നിന്ന് വാങ്ങിയാണ്ട് അടിച്ചു വരട്ടെ. അടിച്ച വാരിയോണ്ട് നിൽക്കുമ്പോഴാണ് അത് പൊട്ടിപ്പോകുന്നത്. അതിൻ്റെ നടുഭാഗം പൊട്ടിപ്പോയി. അപ്പോൾ വേഗം ചൂല് മാറ്റി വേറെ ചൂലെടുക്കാൻ പോയിട്ട്. സ്വന്തം വീട്ടിൽ വന്നാൽ വല്ലാത്തൊരു മടിയാണ്. പൊതുവെ എല്ലാവർക്കും അങ്ങനെയാണോ അതോ എനിക്ക് മാത്രം ഇങ്ങനെയാണോ എന്നറിയില്ല. ഫോണും കണ്ട് കുറേ ടൈം ഇങ്ങനെ കളയും. പിന്നെയാണ് ബോധം വെക്കുക. അപ്പോൾ എല്ലാതും ഒറ്റയടിക്കാണ്ട് തീർക്കാൻ നോക്കും. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞപ്പോണ്ട് ഇവിടെ ഉമ്മ കടുക്ക നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ കടുക്കാന്നാട്ട് പറയാം. അപ്പം ഉമ്മ മെല്ലെ കത്തിയൊക്കെ എടുത്ത് നല്ലോണം നോക്കിയൊക്കെ കടുക്ക എടുക്കുന്നുണ്ട്. ഇന്ന് ഉമ്മ കടുക്ക ഫ്രൈ ആണ് ഉണ്ടാക്കണേ ചോറിലോട്ട്. പിന്നെ മോനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാ ടി വിൻ്റെ മുന്നിൽ തന്നെയാണ് ആൾ. ഇതേപോലൊക്കെ ഇങ്ങനെ ഇരുന്ന് ടി വിയും കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഓനക്ക് കളിക്കാൻ കൂട്ടിന് കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ വലിയ അലമ്പില്ല, കരച്ചിലില്ല. അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ നടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വീട് പണി നടക്കുന്നിടത്ത് പോയിട്ടുണ്ട്. ഞങ്ങൾ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് പോയി. അപ്പോൾ മക്കൾ അതിൻ്റെ ടെറസിൻ്റെ മേലെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ കുറച്ച് നനയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ കെട്ടിയവന് താഴെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബേപ്പൂർക്കാണ് പോയത്. മക്കൾക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൂതി തീരൂല. കുറേ നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.